ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടിപൊളി ഗോതമ്പ് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഗോതമ്പ് പൊടി എടുക്കുക. അതിലോട്ടൊക്കെ നമുക്ക് എത്രയാണോ തേങ്ങ ആവശ്യമുള്ളത് അതിട്ട് കൊടുക്കുക. നമ്മൾ ആദ്യമൊക്കെയും പുട്ടിനെ കുതിർത്തുമ്പോൾ ഒറ്റ കൂട്ടി ഉതിർത്തിയ പോലെ തേങ്ങ കൂട്ടിയിട്ടും അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ ഇങ്ങനെ ജസ്റ്റ് കുഴച്ചെടുക്കുക. തേങ്ങൻ്റെ ഒരു ജസ്റ്റ് ഒരു നനവ് ഇതിലുണ്ടാവും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കൈപ്പിടി ചോറിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് നല്ലവണ്ണം കുഴച്ചെടുക്കുക. ഇത് കുഴക്കുമ്പോൾ തന്നെ ലേശം ഉപ്പിട്ടിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇപ്പം നമ്മളിതിൽ വെള്ളമൊന്നും കൂട്ടേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. നമ്മളിപ്പോൾ ഇതിൽ ഒരു തരി വെള്ളം ചേർത്തിട്ടില്ല. നമ്മൾ തേങ്ങ കൂടുതൽ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വറ്റിൻ്റെ ആവശ്യമില്ല. നമ്മൾ തേങ്ങ ഒരു ചെറിയ തേങ്ങ ആയതുകൊണ്ടാണ് നമ്മൾ അല്പം വറ്റ് കൂട്ടിയത്. ഇനി ഇതൊന്ന് ജസ്റ്റ് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒന്നുണ്ട് ക്രഷ് ചെയ്ത് ഒന്നുണ്ട് കറക്കിയെടുത്താലും മതി. അപ്പോൾ ആ തേങ്ങയും ആ വറ്റൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി അല്പം ഒരു 3 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. നിങ്ങളെ പൊടിക്ക് 3 ടേബിൾ സ്പൂൺ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത്ര തന്നെ നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൽ പെട്ടെന്ന് വെള്ളം ഏറാനുള്ള ചാൻസ് ഉണ്ട്. തേങ്ങയും വറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ കുഴക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രയാണോ ഇതിന് വെള്ളം ആവശ്യമുള്ളതെന്നുള്ളത്. പെട്ടെന്ന് ഇത് കുഴഞ്ഞ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല വെള്ളം ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇളം ചൂടുള്ള വെള്ളമാണ് ഇതിൽ 3 ടേബിൾ സ്പൂൺ ചേർത്താലും ഇളം ചൂടുള്ള വെള്ളമാണ് നമ്മളിതിൽ ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ പത്തിരിക്ക് നല്ല സോഫ്റ്റ്നെസ് ഉണ്ടാവും. അപ്പോൾ കണ്ടില്ല, നമ്മൾ ആ ഇതിൽ ചേർത്ത് തേങ്ങ ഒന്നും ഇതിൽ കാണാനില്ല, വറ്റൊന്നും നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളെ കയ്യിൽ ഏത് എണ്ണയാണുള്ളത് ആ എണ്ണ അല്പം 1 സ്പൂണത്തെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലെ താഴെ വെച്ചതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തിയെടുക്കണേ. ഇതേപോലെ നല്ല കട്ടി കുറച്ചിട്ടല്ല, അത്യാവശ്യം ഒരു കനത്തിൽ നമ്മൾ ഇതേപോലെ ഒന്ന് എല്ലാ ഭാഗത്തും ഒരേപോലെ വരുന്ന രീതിയിൽ നമ്മൾ പരത്തിയെടുക്കുക. അതിനുശേഷം ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഗ്ലാസ്സാണ് വീട്ടിൽ സുഖമായിട്ട് മുറിക്കാൻ പറ്റുന്നുള്ളത്. ഇപ്പം ചെറിയ വട്ടുള്ള ഗ്ലാസ് ഉണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ റൗണ്ട് മുറിച്ചെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കട്ടിങ്ങിൻ്റെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്താലും മതി, കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇതിൽ നമുക്ക് 6 പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബാലൻസ് വരുന്ന പീസ് ഇത് നമുക്കിത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്നൊക്കെ ഈ പോകുന്ന പീസ് ഒന്നും കൂടി ഒന്ന് പരത്തിയെടുക്കുകയാണ്. നമ്മൾ വെള്ളം ഏറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതേപോലെ കിട്ടൂല, നിലത്ത് ഒട്ടിപ്പൊടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങളിത് എന്തെങ്കിലും ഇങ്ങനെ നിലത്ത് ഒട്ടുന്ന പോലൊക്കെ വരികയെന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈ പരത്തുന്നതിൻ്റെ താഴെയായിട്ട് ഒരു അല്പം പൊടി തൂക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ആ ബാക്കി വരുന്ന പീസും കൂടി ഒന്ന് നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ ഇനി നമുക്ക് നല്ല എണ്ണ ചൂടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ ചട്ടിയിലോട്ട് ഇതേപോലെ നമ്മൾ ഈ പരത്തി വെച്ച ഓരോ പീസും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് വെന്ത് വരും. പിന്നെ ചപ്പാത്തി പൊടിക്ക് വല്ലാതെ ചൂടുവെള്ളത്തിലായി കുഴച്ചതുകൊണ്ട് അധികം വേവ് ഉണ്ടാവില്ല. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ എല്ലാതും ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഇത് നല്ല ചൂടായി കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ പൊങ്ങി വരിക. നമ്മൾ തീ കുറഞ്ഞു പോയാൽ ഇത് അങ്ങനെ പൊങ്ങി വരില്ല. അതുകൊണ്ട് എല്ലാ പീസും നമുക്ക് ഇതേപോലെ നമ്മൾ പൊരിച്ചെടുക്കുക. ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഒരു ചട്നി തയ്യാറാക്കിയെടുക്കുകയാണ്. വെളുത്തുള്ളി പേസ്റ്റ്, വെളുത്തുള്ളി ചതച്ചതും 2 ഇടുന്നുണ്ട്. അതേപോലെ തന്നെ ഇഞ്ചി, കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലവണ്ണം വഴന്ന് വന്നതിന് ശേഷമാണ് നമ്മൾ വെല്ലുള്ളി ഇട്ട് കൊടുക്കുന്നത്. വെല്ലുള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമ്മൾ വെറുതെ ഒന്ന് ഉണ്ടാക്കുന്നുള്ളൂ. അല്പം ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉള്ളി പെട്ടെന്ന് സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ പെട്ടെന്ന് സ്പീഡാക്കിയിട്ടാണ് കാണിക്കുന്നത്. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഇപ്പോൾ നമ്മളിട്ടതൊന്നും കൂടി പറയാം. ഇഞ്ചി, വെളുത്തുള്ളി, ഉപ്പ്, ഇഞ്ചി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വെല്ലുള്ളി, പച്ചമുളക്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. പൊടികൾ ഇടുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇവ 3 ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല, ചിക്കൻ ക്യൂബൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ വീട്ടിൽ
ഉപയോഗിക്കുന്ന തക്കാളി സോസാണ് നമ്മൾ വീട്ടിൽ വെച്ചുണ്ടാക്കിയ തക്കാളി സോസാണ്. അത് ഇതിലോട്ട് അല്പം ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ തക്കാളി സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തക്കാളി പേസ്റ്റൊക്കെ അരച്ചിട്ട് അല്പം പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി. ഏലക്കാപ്പൊടി ഇട്ട് കൊടുത്താൽ ആ ഫ്ലേവർ കിട്ടും. അതേപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയെടുത്ത ചീസാണിത്. ആ ചീസും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചീസ് മെൽറ്റായി വരും. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ കോഴിമുട്ട എത്ര എണ്ണാണുള്ളത് അത് ഇതിലോട്ട് ഇതേപോലെ പൊട്ടിച്ചൊഴിക്കാവുന്നതാണ് ഈ ചീസ് ഇട്ടതിന് മുകളിൽ തന്നെ. എന്നിട്ട് ഇപ്പം നമ്മൾ ഒരു കോഴിമുട്ട ഇവിടെ ചേർക്കുന്നുള്ളൂ. കോഴിമുട്ടയുടെ ഇത് മുന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ, ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ 4-3 കോഴിമുട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി കോഴിമുട്ടയും അതേപോലെ തന്നെ നമ്മൾ ചീസും മെൽറ്റാവുന്നത് വരെ നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം ആവിക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനിയും ഈ ചീസ് ആയതുകൊണ്ട് അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതൊന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഗോതമ്പ് കൊണ്ടുള്ള അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.